السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും കൽപ്പനകളും ജീവിതത്തിനുടനീളം സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് റബ്ബിനെ സൂക്ഷിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് ജീവിച്ച് നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തലപ്പാറ മുജാഹിദ് മഹല്ല് സംഗമത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. ഇവിടെ സൂചിപ്പിച്ച പോലെ മഹല്ലിൻ്റെ ദൗത്യം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം കൃത്യമായി മനസ്സിലാക്കിയവരാണ്. ഈ പള്ളി ആരംഭിച്ച അന്ന് മുതൽ അൽഹംദുലില്ലാഹ് നിങ്ങളിൽ ഒരാളായിക്കൊണ്ട് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ അല്ലാഹു വലിയ ഭാഗ്യവും തൗഫീഖും നൽകിയിട്ടുണ്ട്. ദഅവാ മേഖലകളിൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പരമാവധി ദഅവാ ഫീൽഡിൽ ദഅവത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നതും എൻ്റെ വിശ്വാസവും. ഇൻഷാ അല്ലാഹ് ഇനിയും കൂടുതൽ ഈ മേഖലയിൽ ഈ മഹല്ലിൻ്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കാലമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അത്രയും കാലം സജീവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ല് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ ഈ മഹല്ലിൽ നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നാം നിർവഹിച്ചു പോരുന്ന ഒരൽപ്പം പ്രവർത്തനങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ പള്ളി ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ മലയാളത്തിൽ ഖുതുബ നാം ഓരോരുത്തരും വീക്ഷിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ദീനീ പ്രവർത്തന രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും പഠിക്കുന്ന QHLS സംവിധാനം, ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ് എല്ലാ ഞായറാഴ്ചകളിലും സുബ്ഹിക്ക് ശേഷം
നമ്മുടെ ഈ പള്ളിയിൽ നടന്നു വരുന്നുണ്ട്. അതിനിയും അറിയാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഒഴിവുള്ള സമയമാണ്, എല്ലാ ഞായറാഴ്ചകളിലും. ആ ദിവസം അതിനു വേണ്ടി ആ സമയം 1 മണിക്കൂർ അതിന് മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ മദ്രസ തലങ്ങളിൽ 8ാം ക്ലാസ് കഴിഞ്ഞ് മദ്രസ കഴിഞ്ഞ് വരുന്ന പിന്നെ ദീനുമായി ഒരു ബന്ധമില്ലാത്ത പല കുട്ടികളും നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ട്. അത്തരം കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിസ്ഡം സ്റ്റുഡൻസ് CRE എന്ന പേരിൽ കണ്ടിന്യൂയിങ് റിലീജിയൻ എഡ്യൂക്കേഷൻ മതപഠന സംവിധാനം നമ്മുടെ പള്ളിയിൽ നമ്മൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇടക്കാലത്ത് റമദാനൊക്കെ വന്നപ്പോൾ നമ്മളൊന്ന് താൽക്കാലികമായി അത് അവസാനിപ്പിച്ചിരുന്നു. പിന്നീട് അത് തുടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ വിപുലമായ രീതിയിൽ നമ്മൾ പുനരാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ കാര്യം നമ്മുടെ രക്ഷിതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകണം. നമ്മുടെ മക്കൾ മാത്രമല്ല, നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള നമ്മളെ അറിയുന്ന അനേകം വിദ്യാർത്ഥി സമൂഹത്തെ ഈ ഒരു ആധുനിക ലോകത്ത് നമുക്കറിയാം. എല്ലാത്തരം വൃത്തികേടുകളിലേക്കും നീചമായ തോന്നിവാസങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ വളർന്നു വരുന്നത് എന്നത് നമുക്കറിയാവുന്നൊരു വസ്തുതയാണ്. ഇവിടങ്ങളിലെല്ലാം ഈ വൃത്തികേടുകളിലേക്കും ചീത്തയായ പ്രവർത്തനങ്ങളിലേക്കുമെല്ലാം പോകുന്ന കുട്ടികളെ കണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന മുതിർന്നവരായ രക്ഷിതാക്കളായ ആളുകളാണ് നമ്മളൊക്കെ. ഇവിടങ്ങളിൽ പരിഹാരം പലപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. എന്നാൽ അതിനുള്ള പരിഹാരം ദീൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് പഠിപ്പിക്കുകയും അതനുസൃതമായി ജീവിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് വൃത്തികേടുകളിൽ നിന്ന് മോചനം ലഭിക്കുവാനുള്ള ഏകമാർഗം അതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ആ വിഷയത്തിൽ നമ്മൾ കൃത്യമായി ഉത്ബുദ്ധരാക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 66-ാം അധ്യായം സൂറത്ത് തഹ്രീമിന്റെ ആദ്യ വചനങ്ങളിൽ പറഞ്ഞതും അതാണ്. ഖു അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ മാത്രമല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്, നിങ്ങളുടെ അഹ്ലികാരെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്നാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പല തഫ്സീറുകളിലായി നമുക്ക് കാണാം, അദ്ദിബൂഹും വഅല്ലിമൂഹും, നിങ്ങൾ അദബ് പഠിപ്പിക്കണം, ഇൽമ് പഠിപ്പിക്കണമെന്നാണ്. ആ നിലക്ക് നമ്മൾ ഇസ്ലാമികമായ അറിവും അദബും നമ്മൾ മക്കളെ പഠിപ്പിക്കുക എന്നത് നിർബന്ധമായ ബാധ്യതയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കളൊന്നും ചീത്തയായിട്ടല്ല അവർ വളരുന്നതും അവർ ജനിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചു വിടുന്ന ഏതൊരു കുഞ്ഞും ശുദ്ധമായ പ്രകൃതിയിലാണ് അവർ ജനിക്കുന്നത്. പിന്നീട് അവർ വഴിതെറ്റുന്നത് മാതാപിതാക്കൾ മുഖേനയാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ മുന്നിൽ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹല്ലിൽ നിർവഹിച്ചു പോരുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞ് സൂചിപ്പിച്ചു മുൻപേ, സക്കാത്ത് സല്ലി എന്നത്, കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നത്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന രോഗികളായ പാവപ്പെട്ട ആളുകൾ, വീടില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ പല നിരക്കുമുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ അവരുടെ കണ്ണീരൊപ്പാൻ നമ്മൾ മുന്നിട്ടിറങ്ങുന്നുണ്ട് എന്നത് ഈ ഒരു
മഹല്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിച്ചു പോരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മിക്കവാറും ദിവസങ്ങളിൽ സുബ്ഹിക്ക് ശേഷം കൃത്യമായ വിഷയാധിഷ്ഠിതമായ ഹദീസുകൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഹദീസ് ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നാം നിർവഹിച്ചു പോരുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും കൂടുതൽ ദീനീ മാർഗത്തിൽ സജീവമായി മുന്നോട്ട് പോകാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്കുണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഒരു പരിപാടിയോട് കൂടെ ഇത് തുടക്കമാണ്, അവസാനമല്ല, ഇത് തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ദീൻ ചർച്ച ചെയ്യുന്ന വിജ്ഞാനവേദികൾ നമ്മുടെ പള്ളി കേന്ദ്രമാക്കി, നമ്മുടെ ഈ മഹല്ല് കേന്ദ്രമാക്കി നമുക്ക് ആരംഭിക്കണം. അതിന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യണം. ആള് കുറഞ്ഞാലും പണമില്ലെങ്കിലും സമ്പത്തില്ലെങ്കിലും ഭൗതികമായൊരു മാർഗങ്ങളും നമുക്കില്ലെങ്കിലും നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകും, അത് വിജയിപ്പിക്കുമെന്നതാണ്. നമ്മളെ സംബന്ധിച്ച് അത്തരത്തിൽ പ്രയാസങ്ങളില്ല. എല്ലാ സംവിധാനങ്ങളും അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി അനുഗ്രഹത്താൽ നമ്മുടെ മുന്നിലുണ്ട്. ഈ സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ തീർച്ചയാണ് സഹോദരങ്ങളെ, ഒരടി പോലും നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയില്ല എന്നത് നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഇത്തരം ദഅവാ പ്രവർത്തനങ്ങൾ, ഇത്തരം ദീനീ പ്രവർത്തനങ്ങൾ എന്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, എന്തിനാണ് നാം ചെയ്യുന്നത്? ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് നിലക്ക് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, സാമ്പത്തിക ചെലവല്ലേ, ഇങ്ങനെ പല ന്യായങ്ങളും പറഞ്ഞ് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പൈശാചികമായ പല ദുർബോധനങ്ങളും നമുക്ക് ഇട്ടുതരാറുണ്ട്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ നടത്തുന്നതും പ്രവർത്തിക്കുന്നതും മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതാണ്. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുമായിരുന്നുവെങ്കിൽ ഈ പ്രവർത്തനങ്ങളുടെ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്നതാണ്. മരണമുണ്ട് എന്നത് മാത്രമല്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ വിജയിക്കാൻ, അവിടെ റബ്ബിന്റെ മുന്നിൽ പരാജയപ്പെടാനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഉള്ളത് എന്നാണ്. സഹോദരങ്ങളെ, നാളെ പാരത്രി ലോകത്ത് സ്വർഗവും നരകവുമുണ്ട്. സ്വർഗവും നരകവും രണ്ടവസ്ഥകളാണ്. ഒന്നെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം. മൂന്നാമതൊരവസ്ഥയില്ല. ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗത്തിന് വേണ്ടിയുള്ള പണിയാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ചിന്തയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഭയാനകമായ നരകത്തിൽ നിന്ന്, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിലാണ് ഇതെല്ലാം ഉൾപ്പെടുക എന്നത് നാം മനസ്സിലാക്കണം. റബ്ബ് ചോദിക്കും, എന്താണ് നീ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന പ്രവർത്തനങ്ങളെല്ലാം റബ്ബേ നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്, സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ നാവ് കൊണ്ടും എൻ്റെ കൈ കൊണ്ടും ഞാൻ ദീനിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയാൻ അവിടെ രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കരയിപ്പിച്ചത് നരകമാണ്. അദ്ദേഹം കുടുംബ വർത്തമാനങ്ങൾ സംസാരിക്കുമ്പോൾ ഭാര്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത്. ആ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, ആ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, അല്ല പെണ്ണേ, ഞാൻ കരഞ്ഞത് കണ്ടിട്ട് നിന്റെ കണ്ണെന്തിനാണ് ഇങ്ങനെ നിറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു, അങ്ങേക്ക് എന്തോ ഒരു വിഷമം ബാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതാണ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞത്. കുടുംബ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ, മക്കളെക്കുറിച്ചും ജീവിതത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം കരഞ്ഞത്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കരഞ്ഞത്, എൻ്റെ കണ്ണുകളെ നനയിപ്പിച്ചത് ദുനിയാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചല്ല, ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിച്ചല്ല ഞാൻ കരഞ്ഞത്. മക്കളെക്കുറിച്ചോ സമ്പത്തിനെ കുറിച്ചോ ഒന്നും ആലോചിച്ചല്ല കരഞ്ഞത്. മറിച്ച് വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 2 വചനങ്ങൾ, 71-72 വചനങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം ഓതിക്കൊടുക്കുകയാണ് ആയത്ത്, വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ
കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ. അതെ, അതിൻ്റെ മുന്നിൽ, നരകത്തിൻ്റെ മുന്നിൽ എല്ലാ ആളുകളെയും, ലോകത്ത് ജനിച്ച മുഴുവൻ മനുഷ്യരെയും, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാന നാളിൽ പിറന്നു വീഴുന്ന പിഞ്ചോമന പൈതലടക്കമുള്ള മുഴുവൻ മനുഷ്യരും ആ നരകത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്നാണ്. അത് കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ, നിന്റെ സൃഷ്ടികർത്താവായ റബ്ബിന്റെ നിശ്ചയമായ തീരുമാനത്തിന്റെ ഭാഗമാണ് എന്നാണ്. ശേഷം ആ നരകം കണ്ട് ഭയപ്പെട്ട് പേടിച്ച് വിറച്ചു നിൽക്കുന്ന ലോകത്തുള്ള കോടി മനുഷ്യർ, മഹാസഞ്ചയം, ആ ജനസഞ്ചയത്തിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്ന ചില ആളുകൾ. അവരാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, തഖ്വയുള്ള സൂക്ഷ്മതയുള്ള റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്നാണ്. അല്ലാത്ത ആളുകൾ അവർ മുട്ടുകുത്തിക്കുന്ന രീതിയിൽ അവരെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ്. സഹോദരങ്ങളെ, ആ നരകത്തിന്റെ മുന്നിൽ ഞാനും നിങ്ങളും, നമ്മുടെ കുടുംബവും, നമ്മുടെ മക്കളും, മാതാപിതാക്കളും, സഹോദരങ്ങളും, അയൽവാസികളും, നാട്ടുകാരും, കൂട്ടുകാരും എല്ലാം ഹാജരാക്കപ്പെടും. നമ്മളും കാണും നരകം. ആ നരകത്തിന്റെ മുന്നിൽ വന്ന് നരകത്തിന്റെ ശിക്ഷകളും പ്രയാസപ്പെടുന്ന പേടിപ്പെടുത്തുന്ന അവസ്ഥകളും കണ്ടു നിൽക്കുമ്പോൾ, പേടിച്ചു നിൽക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന ആലോചനയാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനുവേണ്ടിയാണ് ആ നരകത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് സഹോദരങ്ങളെ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം, മരണം അത് എപ്പോ, എങ്ങനെ, എവിടെ വെച്ച് സംഭവിക്കുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. നമുക്കറിയാം, ഇന്നലെയാണ് നമ്മുടെ ഇരുമ്പുചോല മദ്രസയിലെ സദറുസ്താദായ ഷരീഫ് ഉസ്താദ് ഒരു അസുഖമില്ലാതെ നമ്മുടെ കൂടെ ജീവിച്ച മനുഷ്യൻ ഇന്ന് ഖബറിലാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ ഖബറിൽ പോയി കിടക്കേണ്ടവരാണ് നമ്മൾ എന്ന ചിന്ത നമുക്കുണ്ടാകണം. മരണം അതിനൊരു അസുഖത്തിന്റെ ആവശ്യമില്ല, പ്രായമാകേണ്ടതില്ല. സമയം എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്, അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരുകയില്ല എന്നതാണ്. അതുകൊണ്ട് ആ മരണം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ സുഹൃതങ്ങൾ ചെയ്യാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, തൗബ ചെയ്യാൻ, സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകാൻ, ദഅവാ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നിവിടെ വിഷയാവിഷ്ഠിതമായി സംസാരിക്കാൻ വേണ്ടി വന്ന പ്രിയ സഹോദരൻ മുനീർ നജാത്തി അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി